അങ്ങനെ ആളെ വിളിച്ചു. ആളും ഭയങ്കര ഡിപ്രഷൻ അടിച്ചിട്ട് അതിനും നമുക്ക് പോവാം, എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ 3 ഞങ്ങൾ ഒളിച്ചോടിക്കായി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ. ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വിശേഷങ്ങളും അതൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാലും തമ്പനയിൽ കണ്ടപ്പോഴത്തേക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലും ഞാൻ പറയാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ വെരി സ്പെഷ്യൽ വീഡിയോ ഫോർ മീ. എന്തെന്ന് വെച്ചാൽ എൻ്റെയും എൻ്റെ ഹസ്ബൻഡ്, അത് ഞങ്ങളുടെ ലവ് സ്റ്റോറിയാണ് കേട്ടോ. ലവ് സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വലുതായിട്ട് ഒരു യമണ്ടൻ പറയാൻ വേണ്ടിയുള്ള ലവ് സ്റ്റോറി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിനു മുന്നേ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ പഴയ മാരേജ് ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ഏത് ഫോട്ടോ എന്നുള്ളത്. മാരേജ് ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും വെച്ചിട്ട് ഞാനൊരു ഷോർട്സ് ആക്കി ഒരു റീൽ ആക്കിയിട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ വീഡിയോയ്ക്ക് 2.5 മില്യൺ വ്യൂസ് ആണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും വ്യൂസ് കിട്ടുമെന്ന്. എൻ്റെ പൊന്നു, ഭയങ്കര വ്യൂസും ഭയങ്കര പോസിറ്റീവ് കമൻസും. 1-2-3 കമൻസ് പോയിട്ട് ബാക്കിയുള്ളതെല്ലാം പോസിറ്റീവ് കമൻസ് ആണ് കേട്ടോ. അപ്പം എൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ പോലെ തന്നെ ആളുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വൻ പൊളിയാണ് കേട്ടോ. ഞാൻ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ ഫോട്ടോയും മുന്നത്തെ ഫോട്ടോയും. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങളുടെ മാരേജ് ഫോട്ടോ. ഇതാണ് കേട്ടോ, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മാരേജ് ഫോട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക്. ഇത് ഞാനാണ് കേട്ടോ. എൻ്റെ 20 ആയിട്ടില്ല അപ്പോഴത്തേക്കുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ. ഇത് ഞാനാണ്. എന്താ പാവമല്ലേ, കാണുമ്പോൾ പറയോ ഇത്തിരി ഭയങ്കരത്തെയാണ് ഞാൻ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ. പറയാനാണെങ്കിൽ 2 ദിവസം കൊണ്ട് ഞങ്ങളങ്ങ് വൈറലായി കേട്ടോ. ഞങ്ങളുടെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കമൻസും ബാക്കി കാര്യങ്ങളാണ്. 2.5 മില്യൺ. എൻ്റെ പൊന്നു, ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാലും ഹാപ്പി കൂടിയിട്ട് ഇപ്പോൾ വേറൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായിട്ട് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാകും തോന്നുന്നു, എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി. അതിൽ തന്നെ ഒരുപാട് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഒരു ലവ് സ്റ്റോറി ഇവിടെ ഇട്ടിട്ട് അവിടെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ, വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് ഞങ്ങളുടെ ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറി എന്ന് പറയാനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് പറയാം കേട്ടോ. ഇപ്പോഴത്തതും മുന്നത്തതും കൂടിയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ മാരേജ് കഴിയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഗ്രി ഏകദേശം കഴിയാറായപ്പോഴത്തേക്കാണ് കേട്ടോ. എൻ്റെ മാരേജ് വരുമ്പോഴത്തേക്ക് അതിൽ ഒളിച്ചോട്ടാണ് കേട്ടോ. അതാണ് മാരേജ്, അതാണ് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആളുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ വഴി നമ്പർ ഇങ്ങനെ പോയതാണ് കേട്ടോ. ഫോൺ നമ്പർ അങ്ങനെ പോയതാണ്. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഇതിലിപ്പോൾ ആൾ കുറച്ച് ഇതിലൊക്കെയുള്ള സ്പോർട്സിൽ ആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് അവളെ കയ്യിൽ നിന്ന് എൻ്റെ നമ്പർ പോയതാ. അപ്പോൾ അങ്ങനെ പോയി ആളെന്നെ കോണ്ടാക്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് വിളിച്ച് ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും, ചാറ്റ് ചെയ്യും. അപ്പോഴൊന്നും ഈ വാട്സപ്പും ഫേസ്ബുക്കും അങ്ങനെയൊന്നും ഇല്ലല്ലോ. ചാറ്റ് മീൻസ് നമ്മുടെ ഫോണിൽ ചാറ്റ് ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ ചാറ്റ് വരുമ്പോഴത്തേക്ക്. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്തു. അങ്ങനെ കുറേ ദിവസമായിട്ട് മെസ്സേജ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ദിവസം കാണാൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതായത് നമ്മുടെ കോളേജിൽ കാണാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ വേണ്ടി വന്നു. വൈകുന്നേരം കോളേജ് കഴിയുന്ന സമയത്ത് ആൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തമ്മിൽ കണ്ടു മീൻസ് കാണാൻ വേണ്ടി ഞാൻ മുങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് കൊണ്ടുപോയത്. അവളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവൾക്കും ഞങ്ങളുടെ മാരേജ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് വിഷമങ്ങളും ആൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, അശ്വതി. അപ്പോൾ അവളും ഞാനും കൂടിയിട്ടാണോ പോയത്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ പിൻവലിഞ്ഞു. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ആരെയും കാണാൻ പോകാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ നല്ല കുട്ടിയല്ലേ. നിങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കണ്ണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ലവ് പോലും ഇല്ലായിരുന്നു, ആരുമില്ലായിരുന്നു. ഫ്രണ്ട്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ബോയ് ഫ്രണ്ട്സ് പറയാൻ വേണ്ടിയിട്ട് പോലും എനിക്ക് ആരും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണ് കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് കണ്ടിട്ട് തന്നെ എന്തോ പോലെ തോന്നുന്നു, എനിക്കൊരു മടിയാന്ന് പറഞ്ഞു. അങ്ങനെ അവൾ നിർബന്ധിച്ചു, ആൾ വന്നതല്ലേ, നീ വിളിച്ചിട്ട് വന്നതല്ലേ, മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കണ്ടു കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടു. എനിക്കിപ്പോഴും ഓർമ്മ വേണ്ടി ഇട്ടുന്ന ഷർട്ട് ഒരു ബ്ലാക്ക് കളർ ഷർട്ട്, എൻ്റെ ഫേവറേറ്റ് കളർ
ബ്ലാക്ക് കളർ ഷർട്ട് അങ്ങനെ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആളോട് സംസാരിച്ചു. അപ്പോൾ മെയിനായിട്ട് ആളെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആളിങ്ങനെ ഫേസ് ടു ഫേസ് ഐ ടു ഐ കോൺടാക്റ്റിൽ സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇങ്ങനെ മാറിയിട്ടൊന്നും സംസാരിക്കത്തില്ല, ഫേസ് ടു ഫേസ് നിന്നിട്ടാണ് സംസാരിക്കുന്നത്, കണ്ണ് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു അട്രാക്ഷൻ അപ്പോഴത്തെ തോന്നുമല്ലോ. അങ്ങനെ തോന്നി. അങ്ങനെ ജസ്റ്റ് കണ്ടു, പോവാന്ന് പറഞ്ഞു, ബൈ പറഞ്ഞു. ആൾ വണ്ടിയിൽ കയറിപ്പോയി, ഞങ്ങൾ ബസ്സിൽ കയറിപ്പോയി കേട്ടോ. അങ്ങനെ പോയ ശേഷം എനിക്ക് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മെസ്സേജ് ഇങ്ങനെ ഗുഡ് നൈറ്റ് മെസ്സേജ്, നോർമൽ മെസ്സേജ് ഇങ്ങനെ എൻ്റെ കീഴെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു എന്താ ഉദ്ദേശം, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഹാർഷായിട്ട് കുറച്ച് സംസാരിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടു. അപ്പോൾ ആൾ പറഞ്ഞു ജസ്റ്റ് എനിക്ക് തോന്നി, അങ്ങനെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ തോന്നുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഒഴിവാകാനൊക്കെ ശ്രമിച്ചു. അപ്പോഴത്തേക്കും പിന്നെ കുറേ നാളത്തേക്ക് കുറേ നാൾ കോണ്ടാക്റ്റ് ഇല്ലാണ്ട് പോയി. അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടോ. അത് പറയാനുണ്ടെങ്കിൽ ഒരുപാട് ബിസി ഇരിക്കേണ്ടി വരും. അങ്ങനെ കോണ്ടാക്റ്റ് ഇല്ലാതെ പോയിട്ടോ. പിന്നെ ഞാൻ കുറേ നാൾ ആൾ വിളിക്കുന്നില്ല, കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല, എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല ഞാൻ. കാരണം ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ഒന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു നമ്പർ ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ വേറൊരു നമ്പറിൽ ആളെ കോണ്ടാക്ട് ചെയ്തു. ആൾ എൻ്റെ ഹലോ കേട്ടപ്പോഴത്തേക്ക് എന്നെ എങ്ങനെ മാറ്റി സംസാരിച്ചു ഹലോ കേട്ടപ്പോഴത്തേക്ക് എന്നെ മനസ്സിലായി കേട്ടോ ഞാനാണെന്ന്. അങ്ങനെ വീണ്ടും രണ്ടാമതും ഞാനാണ് കേട്ടോ. പോയതിനെ ഞാൻ വീണ്ടും വിളിച്ചു വരുത്തുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമതും ഞാൻ പിന്നെ വീണ്ടും സംസാരിച്ച് പിന്നെ ഒരു ചെറിയൊരു ഇതിലൊക്കെ ആയി സംസാരം. അങ്ങനെ വേറെ റൂട്ടിലേക്കൊക്കെ പോയി. അങ്ങനെ തമ്മിൽ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഏകദേശം എൻ്റെ ഡിഗ്രി ഒക്കെ കഴിയാറായി എന്ന് തോന്നുന്നു. ആ കഴിയാറായപ്പോഴത്തേക്കും അങ്ങനെ വീട്ടിലിങ്ങനെ അറിഞ്ഞു, വീട്ടിലങ്ങനെ ഇഷ്യൂ ആയി. അങ്ങനെ അതൊക്കെ പറയണമെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒട്ടും സമ്മതിക്കത്തില്ല അങ്ങനത്തെ ഒരു ലെവലിലെത്തി കേട്ടോ. കാരണം ആളും എൻ്റെ ഏജാണ്, സെയിം ഏജാണ്. ഒന്നും ആവാത്ത ആരെങ്കിലും പിടിച്ചിട്ട്, ഒന്നും ജോലിയില്ല, എന്താണെന്ന് അറിയത്തില്ല, ഏതാണെന്ന് അറിയാത്ത ഒരാളെ പിടിച്ചിട്ട് ഒരിക്കലും ഒരു വീട്ടുകാരും പിടിച്ച് കെട്ടിക്കത്തില്ലല്ലോ മോളെ. പ്രത്യേകിച്ച് എൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അച്ഛനെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണ്, ഒട്ടും പുരോഗമനം എന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ്ങിൽ പോലും അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളാണ് അച്ഛനെന്ന്. അങ്ങനെ വീട്ടിൽ ഇഷ്യൂ ഒക്കെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ സംസാരം കാര്യങ്ങളൊക്കെ എന്നെ വേറെ വീട്ടിൽ കൊണ്ട് മാറ്റി നിർത്തി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ തീരുമാനിച്ചു. ഫോണൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഫോണൊക്കെ പിടിച്ച് വാങ്ങിച്ചു വെച്ചു. അങ്ങനെ ഒരു വേറൊരു സാഹചര്യത്തിന് ഫോൺ കിട്ടി. അങ്ങനെ ആളെ വിളിച്ചു. ആളും ഭയങ്കര ഡിപ്രഷൻ അടിച്ചിട്ട് അങ്ങനെ നടക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞ എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞ കാര്യമാണ്. ആള് ഭയങ്കര വിഷമത്തിലാണ്. ആളുടെ അമ്മ അന്വേഷണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു, നല്ല വിഷമമായിരുന്നു എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അങ്ങ് വിശ്വസിച്ചു. അങ്ങനെ ആളെങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോവാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വേറെ മാരേജ് കാര്യങ്ങളൊക്കെ നോക്കാറായപ്പോഴത്തേക്കും ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്കിനി ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ 2010 ജൂലൈ 3 കേട്ടോ. 2010 ജൂലൈ 3 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒളിച്ചോടി ഒഫീഷ്യലി ഞാൻ ഒളിച്ചോടി. അത് തുറന്ന് ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടോ. പോലീസ് ഇത് കേസ് കാര്യങ്ങൾ അതൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഒരുപാട് പ്രശ്നങ്ങളെന്ന് ഞങ്ങൾ അവിടെ നിന്ന് മാറി. ഒരുപാട് അങ്ങനെയൊക്കെ പറഞ്ഞു, ഒരുപാട് കേട്ടോ, ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ ഒരു മാരേജ് കഴിഞ്ഞു. അങ്ങനെ ഇങ്ങനെ പെയിൻറ്റിങ്ങിന് കാര്യങ്ങളൊക്കെ പോകുമായിരുന്നു, കിട്ടുന്ന ജോലിക്കൊക്കെ പോകട്ടോ. അങ്ങനെ ജോലിക്കൊക്കെ പോയി. അങ്ങനെ ഒരു 8 മാസമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയി. അങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നു കേട്ടോ. വലിയ സാമ്പത്തികമായിട്ടും വലിയ മെച്ചമൊന്നുമില്ല. അങ്ങനെ കാര്യങ്ങളും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അതായത് ആളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പിന്നെ മോൾക്കൊരു 8 വയസ്സ് അങ്ങനെ ഞങ്ങളിവിടെ വന്നു, അതായത് എൻ്റെ വീട്ടിലേക്ക് ഇവിടെ വന്നു. പിന്നെ കുറേ ആയപ്പോഴത്തേക്കും പിന്നെ ഇവിടെ വന്നു, ഇവിടെ സെറ്റിലായി. ഇവിടെ ഇപ്പം ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. അമ്മ എൻ്റെ ചേട്ടൻ്റെ കൂടെയാണ്. അപ്പോഴത്തേക്കും പിന്നെ മോനായി. 5 വർഷം മുന്നേ, അവനിപ്പോൾ 5 വയസ്സാവാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ മോനായി. അങ്ങനെ നീണ്ട 15 വർഷത്തെ വിവാഹ ജീവിതമാണ് കേട്ടോ ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക്. ഇപ്പോഴും ആ ലവും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പഴയ രീതിയിൽ ഒരുപാട് പറയാം, ആ സ്നേഹം എന്ന് പറയുന്നതും ലവ് എന്ന് പറയുന്നതും വലിയ മടുപ്പില്ലാത്ത രീതിയിൽ മുന്നോട്ട് നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് പിന്നെ എൻ്റെ ഒരു ചേഞ്ചും ബാക്കി കാര്യങ്ങളും അത് ഒക്കെ ആള് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്, ഞാൻ ആളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആളിങ്ങനെ നന്നായിട്ടിരിക്കുന്നതെന്ന് ഞാൻ പറയും. അയാളൊരിക്കലും പറയത്തില്ല കേട്ടോ, ഞാൻ പറയും. അങ്ങനെ ആൾ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാനും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ നീണ്ട 15, അതായത് ജൂലൈ ഈ
ഈ വർഷം ജൂലൈ 3 ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ 15ാമത്തെ വിവാഹ വാർഷികമാണ്. അങ്ങനെ നീണ്ട 15 വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സന്തോഷങ്ങളും അടിയും പിടിയും എല്ലാം ഉണ്ടാവുമല്ലോ. ഫാമിലി ആകുമ്പോഴത്തേക്കും എല്ലാം ഉണ്ടാവുമല്ലോ. എല്ലാം കൂടിയിട്ട് കൂട്ടിക്കലർത്തി ഇത് ഇവിടെ എത്തി നിൽക്കുകയാണ് കേട്ടോ. ഇനിയും ഇതേപോലെയൊക്കെ മുന്നോട്ട് പോയാൽ കൊള്ളാം, സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും. അത്രയൊക്കെയായിരുന്നു കേട്ടോ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ കടന്ന് വിശദീകരിക്കുന്നില്ല, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ലവ് സ്റ്റോറി. പിന്നെ ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും ആള് 20s കല്യാണം കഴിച്ചപ്പോഴത്തേക്കും നല്ല കൊച്ചു ചെറുക്കനല്ലേ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളും അതിനുശേഷമുള്ള ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പോൾ നല്ല ഹെയർ ഒക്കെ നല്ലതായിട്ട് വളർത്തി. ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ ചോദിച്ചു കേട്ടോ, നമുക്ക് ലവ് സ്റ്റോറി പറയാം, എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് വരത്തില്ല, മുഖം കാണിക്കാണ്ട് നീ എന്തെങ്കിലും ചെയ്തോന്ന് കേട്ടോ പറയുന്നത്. നല്ല ബുദ്ധിമുട്ടാണ് വരാൻ വേണ്ടിയിട്ട്, എന്നെങ്കിലും ഞാൻ കൊണ്ടുവരും. അങ്ങനെ ഞങ്ങളുടെ നീണ്ട 15 വർഷത്തെ വിവാഹ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. അതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ലവ് സ്റ്റോറി. കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ, ഞങ്ങളുടെ ലവ് സ്റ്റോറി വീഡിയോ, ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നാളെ പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ഫുൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. കാണുന്നത് വരയ്ക്കും ബൈ.